ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അകത്ത് യൂണിറ്റ് 3 ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആദ്യത്തെ യൂണിറ്റിനകത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്, എന്താണ് പിന്നെ ഫോസ്ലേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത യൂണിറ്റിനകത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് വൈബ്രേഷൻ മോഷനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം അതിനകത്ത് ഒരു ഫ്രീ പാർട്ടിക്കിൾ വന്ന് പിന്നെ 1 ഡയമെൻഷൻ ബോക്സ് വിത്ത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വാൾ ഡിസ്കസ് ചെയ്തു. പിന്നെ 1 ഡയമെൻഷൻ ബോക്സ് വിത്ത് 1 ഫൈനൈറ്റ് വോള്, ദെൻ റെക്റ്റാങ്കുലർ വെല്ല്, അതോടൊപ്പം തന്നെ ടണലിങ്, പാർട്ടിക്കിളിൻ്റെ 3 ഡയമെൻഷൻ ബോക്സ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു ഹാർമോണിക് ഓക്സിലേറ്റർ എന്നുള്ള രീതി വരെ നമ്മൾ എടുത്തു. ദെൻ തേർഡ് യൂണിറ്റിൽ നമ്മളതിനെ ഒരു റൊട്ടേഷൻ വെച്ചിട്ട് നമ്മളതിൻ്റെ റൊട്ടേഷണൽ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ പാർട്ടിക്കിളിനെ പ്ലെയിൻ പഠിച്ചു, പാർട്ടിക്കിളിനെ റിങ് പഠിച്ചു, പിന്നെ ആംഗുലർ മൊമെൻ്റ് ഡീറ്റെയിൽസാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പാർട്ടിക്കിൾ ഒരു ഇൻഫിനിറ്റ് ബോളിൽ നിന്നും ഫൈനൈറ്റ് ബോളിലേക്ക് വന്നു, 1 ഡയമെൻഷൻ ബോക്സിൽ നിന്ന് ഒരു 3 ഡയമെൻഷൻ ബോക്സിലേക്ക് വന്നു, ഇതിന് ഒരു ട്രാൻസ്ലേഷൻ മോഷനായി, വൈബ്രേഷൻ മോഷനായി, റൊട്ടേഷൻ മോഷനായി. ഇനി നമ്മളൊരു റിയൽ സിസ്റ്റത്തിനകത്തേക്കൊന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചതിനകത്ത് നമ്മൾ ഓരോ വേരിയബിൾസൊക്കെ പോളാർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സൊക്കെ ആക്കിയിട്ട് വേരിയബിൾസൊക്കെ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കിവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനുള്ള ഒരു ഏരിയയാണ്. പെടക്ക് എന്തെങ്കിലും രീതിയിൽ മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ബോറിംഗ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ക്ലാസ് പോകാം. പിന്നെ ഇതിനകത്ത് ഒരു 50% നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ നമുക്കൊന്ന് ആദ്യം എന്താണ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കെമിക്കൽ എലമെൻ്റ് ആയിട്ട് ഒരു മോഡലായിട്ട് എടുക്കുന്നതാണ്. ഫോർ ദി സ്റ്റഡി ഓഫ് ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മോഡലായിട്ടാണ് ഹൈഡ്രജൻ ആറ്റത്തെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഹൈഡ്രജനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്, ദെൻ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ രണ്ടും ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷനാണ്. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹൈഡ്രജൻ്റെ കേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു റൊട്ടേഷണൽ മോഷനാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റൊട്ടേഷണൽ മോഷൻ, ഒരു സ്പേഷ്യൽ റൊട്ടേഷൻ മോഷനാണ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ 2 ആംഗുലർ വേരിയബിൾസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ തീറ്റ സെനിത്ത് ആംഗിളും 2 അസീമുത്തൽ ആംഗിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫൈ. അപ്പോൾ ഈ തീറ്റയും ഫൈ ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പോളാർ കോർഡിനേറ്റിനകത്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു റൊട്ടേഷൻ മോഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ തീറ്റയും ഫൈയും വേരിയബിൾസിനനുസരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് 6 ഫിക്സഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 6ൻ്റെ ചേഞ്ച് ഒന്നും ഇല്ലെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന 6ഉം കൂടി ഡിസ്റ്റൻസ്, റേഡിയൽ ഡിസ്റ്റൻസും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടാണ്. കാരണം അവിടെ ന്യൂക്ലിയസിൻ്റെ ഒരു അട്രാക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ആ സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്ന ഈ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസിൻ്റെ ഡിസ്റ്റൻസ് 6ഉം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് കോൺസെൻട്രിക് സ്പിയർ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഹൈഡ്രജനകത്ത് പറഞ്ഞ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയസിനകത്ത് ഹൈഡ്രജൻ്റെ കേസിനകത്താണെങ്കിൽ ഒരു പ്രോട്ടോൺ ഉണ്ടാവും. ഇനിയിപ്പോൾ ഹീലിയം 2+ ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളു. ലിഥിയം 2+ എടുക്കണമെന്നുണ്ടെങ്കിൽ 2+ എടുക്കണേ അവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളു. ബെർലിയം 3+ ആണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺസ് ഉള്ളു. ന്യൂക്ലിയസിൻ്റെ ചാർജിന് വ്യത്യാസം ഉണ്ടാകും. ന്യൂക്ലിയസിൻ്റെ ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്തുള്ള വാലൻസ് ഇലക്ട്രോൺസും അതുപോലെ തന്നെ ചാർജ് വെച്ചിട്ടാണ് Z+Z വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ -E വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് അല്ലെങ്കിൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കേസ് പഠിക്കുമ്പോഴേക്കും ഹൈഡ്രജൻ ആറ്റം ഒരു ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ ഇരിക്കണേണ്. അപ്പം അങ്ങനെ ഒരു അട്രാക്ഷനിൽ വരുമ്പോൾ 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള എനർജി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ സാധാരണ പറഞ്ഞ ഒരു ഫ്രീ ടു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ നേരത്തെ എടുത്ത കേസിനകത്തൊക്കെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ട് പോയത്. നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഒക്കെ ചെയ്യുമ്പോഴേക്ക് E - Vനകത്ത് V = 0 എന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷെ ഇനി അങ്ങോട്ട് നമുക്ക് പോകുമ്പോഴേക്കും വിക്ക് പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു വാല്യൂ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയതൊരു ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഒരു r ഡിസ്റ്റൻസിൽ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, ന്യൂക്ലിയസിനും ചാർജ് ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള കുളുംബിക് ലോ പ്രകാരം ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് F = ഒരു കോൺസ്റ്റന്റ് 1/4πε0 ഇൻറ്റു Z പ്ലസ് Z എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് വരും. ദെൻ അതിനകത്ത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് പ്ലസ് ചെയ്യും. ദെൻ ഇലക്ട്രോൺ അല്ല, പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ് ചെയ്യും, ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ചെയ്യും എടുക്കുന്നു. 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് ആണ്. ദെൻ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് സ്ക്വയർ എടുക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള കുളുംബിക് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ 2 പാർട്ടിക്കിൾ തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് 2 പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതൊരു പാർട്ടിക്കിളാണ്, ഇതൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ 2 ലൈനിൻ്റെ സെൻറ്ററിനകത്തേക്കും ആ ഫോഴ്സ് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നൊരു ഇവർ തമ്മിലുള്ള ഫോഴ്സ് മൂവ്മെൻ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു V = ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ, ആ ഒരു പാർട്ടിക്കിളിനെ ഒരു ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ നിന്ന് r ഡിസ്റ്റൻസിൽ, ഇപ്പം നമ്മൾ ഈ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ സപ്പോസ് ഈ നമുക്കിവിടെ കാണാൻ പറ്റില്ല ഒരു ഇൻഫിനിറ്റി ഇതിന് മേളിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ഒരു r ഡിസ്റ്റൻസ് വരെ ഉണ്ടാവുന്ന ഫോഴ്സിൽ നിന്നാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു RF × dr. അപ്പോൾ ഇവിടെ ഒരു മൈനസ് എടുക്കുന്നുണ്ട്, കാരണം ഇവിടെ നമുക്ക് അട്രാക്ഷൻ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവരുടെ അട്രാക്ഷൻ കാണിക്കാനാണ് നമ്മളിവിടെ മൈനസ് ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് F എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള 2 ചാർജ് പാർട്ടിക്കിൾസ് ആണ്, അതിൻ്റെ ഫോഴ്സ് അട്രാക്ഷൻ ആണ് നമ്മൾ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്റ്റൻസ് R-ലാണ്, ഇൻഫിനിറ്റി ടു തുടങ്ങിയപ്പോൾ അവിടെ ചേഞ്ച് ഡയറക്ഷൻ എടുക്കണം dr എടുക്കുന്നത്. ഇനി നമുക്ക് ഈ Fൻ്റെ വാല്യൂ ഇക്വേഷനകത്ത് കൊടുത്തു കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, 1/4πε0 കോൺസ്റ്റന്റ് ആണ്, Z കോൺസ്റ്റന്റ് ആണ്, E കോൺസ്റ്റന്റ് ആണ്, വേരിയേഷൻ ചെയ്യുന്നത് എന്താ R മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. നമ്മൾ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ 1/r² dr മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/r² dr എന്ന് പറഞ്ഞാൽ -1/r ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഇവിടുത്തെ ഇക്വേഷനകത്ത് എഫിൻ്റെ വാല്യൂ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് 1/r² വെച്ച് ബാക്കി എല്ലാ ടേംസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് വരുമ്പോൾ Z × E അപ്പോൾ അതാണ് ZE² എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു മൈനസ് ഉണ്ട്, കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ആണ്. ദെൻ 4πε0 അതും വെളിയിലേക്ക് എടുക്കാം. ബാക്കി ഈ ഒരു ടേം മാത്രം 1/r² dr ആണ്. അതിൻ്റെ വാല്യൂ ഇത്രയും -1/r ആ 1/r കൊടുക്കുമ്പോഴേക്കും ഇവിടുത്തെ ഒരു മൈനസും ഈ ഇൻ്റഗ്രൽ ഓഫ് 1/r² മൈനസും കൂടി ആകുമ്പോൾ പ്ലസ് ആവും. ദെൻ നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ളത് എനർജി എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള അട്രാക്ഷനാണ്. അപ്പോൾ അവിടെ ഈ മൈനസായി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അട്രാക്ഷനാണ്. അപ്പോൾ ഈ വാല്യൂസൊക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബോറിൻ്റെ മോഡലിൽ നിന്നാണ്. P expression shows the what are the orientation of in space potential energy same. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് വെച്ച് ഏതൊരു ഡയറക്ഷനിൽ പോകണമെന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ എനർജി എവിടെയും സെയിം ആയിരിക്കും. കാരണം എന്താ, ഈ ഡയറക്ഷനിൽ R എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എവിടെ ചെന്നാലും സെയിം ആയിരിക്കും, കാരണം R സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്.
ഇവിടെ രണ്ട് പാർട്ടിക്കിൾ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാർട്ടിക്കിൾ ന്യൂക്ലിയസും വേറൊരു പാർട്ടിക്കിൾ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണിനെ സ്പെസിഫൈ ചെയ്യാനും ന്യൂക്ലിയസിനെ സ്പെസിഫൈ ചെയ്യാനും നമുക്ക് എന്ത് വേണം, അതിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് വേണം. അപ്പോൾ ടു പാർട്ടിക്കിൾസിൻ്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് ഇവിടെ. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നെ നമ്മൾ കാർട്ടീഷ്യൻ പറയുന്നുണ്ടെങ്കിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ അവിടെ എക്സ് വൈ ഇസഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് 6 കോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുക്കുന്നു. അങ്ങനെ അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോഴേക്ക് നമ്മൾ ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1 പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് 1 പാർട്ടിക്കിൾ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ മാസ് നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴേക്കും mass of nucleus is 1850 times into z times of mass of electron. ഇലക്ട്രോണിൻ്റെ ഇത്രയും ടൈംസ് ഹൈ ആണ് ന്യൂക്ലിയസിൻ്റെ മാസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് ഹൈ ആയതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ മാസ് നമ്മളൊരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. therefore സെൻട്രൽ മാസ് ഈസ് വെരി നിയർ ടു ദി ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു, ഒരെണ്ണത്തിൻ്റെ വാല്യൂ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു, മറ്റേത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു റിക്വയർസ് ഓൺലി 1 3 കോർഡിനേറ്റ്സ്. സോ വി റിക്വയർസ് ഓൺലി 1 3 കോർഡിനേറ്റ് സിസ്റ്റം മതി ടു റെപ്രസെൻറ്റ് റിലേറ്റീവ് മോഷൻ ഇലക്ട്രോൺ വിത്ത് റെസ്പെക്ട് ടു ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് വളരെ ഹൈ ആയതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ മാസ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇലക്ട്രോണിനെ മാത്രം മൂവ് ചെയ്ത് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് റിലേറ്റീവ് മോഷൻ എടുക്കുന്നത്. അപ്പോൾ ആ റിലേറ്റീവ് മോഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, രണ്ടിൻ്റെ മാസ് ഉണ്ട്, ഇലക്ട്രോണിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് രണ്ടിൻ്റെ കൂടി മാറ്റി നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞാൽ മ്യൂ എന്നുള്ള ടേംസ് എടുക്കുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് മാസ് ഈക്വൽ ടു മാസ് ഓഫ് ന്യൂക്ലിയസ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ന്യൂക്ലിയസ് പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള അഡീഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്നിട്ടാ മാസ് ഓഫ് ന്യൂക്ലിയസ് തന്നെ വരും. അപ്പോൾ മേളിലുള്ള മാസ് ഓഫ് ന്യൂക്ലിയസും താഴെയുള്ള മാസ് ഓഫ് ന്യൂക്ലിയസും ഇപ്പോൾ ഈ മ്യൂ ഇതിവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ mn ഇൻറ്റു ME അതവിടെ ഉണ്ടാവും. mn പ്ലസ് ME എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു mn ആയിട്ട് മാറും. ആ വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ mn ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താവും, മാസ് ഓഫ് ഇലക്ട്രോൺ മാത്രം. അപ്പോൾ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ മാത്രമായിട്ട് മാറും. ഇനി നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ, സ്റ്റേഷനറി ന്യൂക്ലിയസ് അവിടെ സ്റ്റേഷനറി ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ Hψ is equal to Eψ. നമ്മൾ അതിൻ്റെ ഒരു മറ്റൊരു ഫോമാണ് which is equal to del square psi plus 8π² m/h² into E minus V of psi is equal to 0 എന്നാണ് എഴുതുന്നത്. അപ്പോൾ E എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്, V അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, E മൈനസ് V എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇനി നമ്മൾ del square psi by 8π², മാസ് എന്തായിട്ട് മാറി, റെഡ്യൂസ്ഡ് മാസ്സാണ്. റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, m of E/h² into E മൈനസ് V നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ. വിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി -ZE²/4πε0 എന്നുള്ള ആ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, -ZE²/4πε0 R. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മാറും. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ന്യൂക്ലിയസ് ഹെവി ആയതുകൊണ്ട് സ്റ്റേഷനറി ആണ്. അപ്പോൾ ആ സ്റ്റേഷനറി ഒബ്ജക്റ്റിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ടൈംസ് ന്യൂക്ലിയസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി മാത്രമേ നമുക്കിവിടെ എഫക്റ്റീവായിട്ട് വരുന്നുള്ളൂ. സോ കൈനറ്റിക് എനർജി ഓഫ് ന്യൂക്ലിയസ് നോട്ട് കൺസിഡർ. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ കൈനറ്റിക് എനർജി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആ അപ്രോക്സിമേഷനാണ് നമ്മളിവിടെ സിംപ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ 2 പാർട്ടിക്കിൾ പ്രോബ്ലത്തിനെ 1 പാർട്ടിക്കിൾ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മളവിടെ എടുത്തത് റിലേറ്റീവ് മാസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞ ഒരു 3 കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റമാണ്. കാർട്ടീഷ്യൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സ്ഫെറിക്കൽ പോളാർ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടിരുന്നു. ഇത് നമ്മൾ 3rd യൂണിറ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്, XYZ എന്നൊക്കെ പറഞ്ഞ് അതിനെന്തായിട്ട് R, θ, വാല്യൂവിനകത്ത് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു R sin θ cos φ, y is equal to R sin θ sin φ, Z is equal to R cos θ എന്ന് കൊടുത്ത്, അതുപോലെ നമ്മുടെ ഈ ഓപ്പറേറ്റർ ഡെൽ എന്നുള്ള ഓപ്പറേറ്റർ, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റിനകത്ത് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും del square is equal to 1/r² dou by dou r into r² into dou by dou r plus
1/r² sin θ into dou by dou θ into sin θ into dou by dou θ plus 1/r² sin square θ into dou square by dou phi square എന്നുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെ പഠിച്ചത്? പാർട്ടിക്കിൾസിൻ്റെ റിങ്ങിനകത്ത് നമ്മൾ തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ റിങ്ങിനകത്ത് ഈ ടേംസ് ഒക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമായിരുന്നു. പിന്നെ പാർട്ടിക്കിളിൻ്റെ റിങ്ങിനകത്ത് നമ്മൾ ഒരു ടേം മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാർട്ടിക്കിളിൻ്റെ സ്പിയർ എടുത്തപ്പോഴേക്കും നമ്മൾ ഈ 2 ടേംസ് കൺസിഡർ ചെയ്ത്, ഇനി പാർട്ടിക്കിളാണ് ഒരു സ്റ്റേഷൻ അല്ലെ ഒരു റൊട്ടേഷൻ മോഷനിലെ കംപ്ലീറ്റ് സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ ഈ 6 ടേമും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, 6 ടേംസും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോഡിംഗർ ഇക്വേഷനകത്ത് നമ്മളൊരു ഷോഡിംഗർ ഇക്വേഷൻ കണ്ട്, ആ ഷോഡിംഗർ ഇക്വേഷനകത്ത് നമ്മൾ ഡെല്ലിന് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ്, അതിൻ്റെ വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഷോഡിംഗർ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽ സ്ക്വയർ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഡെൽ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? ഡെൽ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് ഈ എഴുതി വെച്ചത്. അപ്പം ഇതേ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡെൽ സ്ക്വയറിനകത്ത് സൈ ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സൈസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇക്വേഷനകത്ത് ഷോഡിംഗർ ഇക്വേഷനകത്ത് സൈ ടൈംസ് ഉണ്ട്. ബട്ട് പോളാർ കോർഡിനേറ്റ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിന് ഡെല്ലിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മൾ എഴുതിയേക്കണം. ഇവിടെ സൈ അഡീഷണൽ വരുന്നു, ഇവിടെയും സൈ വരുന്നു, ഇവിടെയും സൈ വരുന്നു, ഇവിടെയും ഈ മൈനസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനാണ്. ഈ ഇക്വേഷനകത്ത് നമ്മുടെ തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോഡിംഗർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിനെ കുറച്ചും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ റീഅറേഞ്ച്മെൻറ്റിനകത്ത് ഇവിടെ ഇ മൈനസ് വി ആണ്. ഇ മൈനസ് വി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ വി എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇ പ്ലസ് ദിസ് വാല്യൂ അതിവിടെ നമ്മൾ ഇക്വേഷൻ മതി, ഇവിടെ ചെയ്തപ്പോഴേക്കും 2ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാത്രമുള്ള ഇ മൈനസ് വിയുടെ വാല്യൂ കൂടി ഇവിടെ കൊടുത്ത്, അപ്പോൾ ഇ പ്ലസ് z(d²4π² എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോഡിംഗർ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? 3 വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? r ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്, 5 വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ പാർട്ടിക്കിൾസിൻ്റെ സ്പിയറും അല്ലെങ്കിൽ റിങ്ങും പഠിച്ച പോലെ തന്നെ നമ്മുടെ വേരിയബിൾസിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യണേണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് സൈ എന്ന് പറഞ്ഞത് പ്രോഡക്റ്റ് ഓഫ് 3 ഫങ്ഷൻസ് ആയിട്ട് എടുക്കുന്നു. therefore phi is equal to r theta, phi is equal to r of r എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു റേഡിയസിന് theta of theta with respect to zenith angle, then phi of phi with respect to azimuthal angle. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ നിന്ന് കുറച്ചും കൂടി ഷോർട്ട് ആക്കുന്നു. ഇവിടെ ഒരു ആംഗിൾ മാത്രമുള്ളതിന് y എന്നും റേഡിയസ് മാത്രമുള്ളതിന് r ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ മറ്റേ എക്സാമ്പിൾ പഠിച്ചപ്പോഴേക്കും ഈ ആറും ഈ 5 ഒക്കെ കുറച്ചും കൂടി ഷോർട്ട് ആക്കാനായിട്ട് സിമ്പിളായിട്ട് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ y ഒക്കെ എടുത്തത്. ഈ y നമ്മൾ എടുത്ത സമയത്ത് പിയും എഫ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ സ്പിയറും അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉള്ള റിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു y എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുന്നുള്ള നമുക്ക് വൈയുടെ സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കാം? y is equal to നമ്മൾ പഴയ യൂണിറ്റിൽ പഠിച്ച പോലെ y is equal to പി എഫ് എന്നാണ് പറഞ്ഞ് കൊടുക്കുക. പി ഞാൻ വരക്കണം കറക്റ്റ് ആവുന്നില്ല. പി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പി എഫ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. നമുക്ക് വരക്കണം ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വൈകിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പി എഫ് ഇട്ട് ചെയ്യാം. ദെൻ നമുക്ക് ഈ ഇക്വേഷനകത്ത് ഏത് ഈ ഫൈയുടെ വാല്യൂ നമ്മൾ ഈ അഞ്ചാമത്തെ ഇക്വേഷനകത്ത് നമുക്ക് 5 ഉണ്ട്. 5 എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേണ്. അപ്പോൾ ആർ ഓഫ് y കൊടുക്കണേണ്. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് ഇത് വിത്ത് റെസ്പെക്ട് ടു ആറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആറിന് മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ y നമ്മൾ വെളിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷനകത്ത് സൈഡ് സ്ഥലത്ത് സൈഡ് സ്ഥലത്ത് ആർ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ വൈയിൽ y കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇത് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ആറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ വൈനെ വെളിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ y ഇൻറ്റു ബാക്കിയുള്ള ടേംസ് ഓഫ് ആർ. പിന്നെ ഈ ബാക്കി 2 ടേംസിനകത്ത് എന്ത് വരുന്നത്? ഇവിടെ തീറ്റയും ഇവിടെ ഫൈയും ആണ്. അപ്പോൾ അവിടെ തീറ്റയും ഫൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 6 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കേസിനകത്ത് 6 ആദ്യം വെളിയിലേക്ക് വന്നു, അതുപോലെ ഇവിടെ 6 വെളിയിലേക്ക് വന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു? y ആയിട്ട് മാറി, ഇവിടെ y² ആയിട്ട് മാറി. ദെൻ 8π² me/e² ഇൻറ്റു ഇവിടെ സൈ ചെയ്യണം. നമ്മുടെ ഈ ഇക്വേഷനകത്ത് ഇവിടെ ഒരു സൈ ഉണ്ട്. ഈ സൈഡ് സ്ഥലത്ത് നിന്ന് കോമൺ ആയിട്ട് ry കൊടുക്കുന്നു. ry = 0. ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇനി ഇന്ന് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനും വേണ്ടി നമ്മൾ ഈ ഇക്വേഷനെ ry വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു y ഉണ്ട്,
ഇക്വേഷൻ ആർ വൈ വെച്ച് നമ്മൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു ആർ വൈ വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്ന വൈയും ഈ വൈയും കട്ട് ചെയ്ത് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 1/6 പുതുതായിട്ട് വന്നു. ദെൻ അതേപോലെ ഇവിടെ എന്തുണ്ട്, ആറുണ്ട്. ഈ ആറിനെ നമ്മളൊരു r/y വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കട്ട് ചെയ്തപ്പോൾ 1/y എന്ന്. ഇവിടെ ആദ്യം 1/6 വന്ന്, ഒരു 1/y വന്ന്. സിമിലർലി ഇവിടെ ഒരു 6 അതും കട്ട് ചെയ്യുമ്പോൾ 1/y വന്ന്. ദെൻ ഇവിടെ RY ഉണ്ട്. ആ RYനെ ഈ RY വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ പോകും. അപ്പോൾ 8π² എമ്മിൻ്റെ ഇപ്പോൾ RY പോയി. അതാണ് ഒരു ഡിവിഷൻ നടത്തിയത്. ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞ് പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഡെറിവേഷനൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ മോഡിഫിക്കേഷനൊക്കെ നമ്മൾ പാർട്ടിക്കിൾസ് ഓണ് സ്പീഡിനകത്ത് ചെയ്തു പോയതാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ദെൻ നമ്മൾ കഴിഞ്ഞാൽ ഇക്വേഷൻ വീണ്ടും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മൾട്ടിപ്ലൈഡ് ബൈ സ്മോൾ r² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിവൈഡ് ബൈ r² ഉണ്ട്. ഈ r² ഈ മൾട്ടിപ്ലിക്കേഷൻ r² വരുമ്പോഴേക്കും ഇക്വേഷൻ നമ്പർ 7 ഈ പാർട്ടിനകത്തുള്ള r² നഷ്ടമായി പോകും. സിമിലർലി ഇവിടെ ഒരു r² ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു r² ഉണ്ട്. അപ്പോൾ എല്ലാ ടൈമിനകത്തുള്ള r² ക്യാൻസൽ ചെയ്ത് പോകും. അതേസമയം ലാസ്റ്റ് ടൈമിനകത്ത് r² ഇല്ല. ബട്ട് എന്ത് ചെയ്യുന്നു, ഒരു r² വെച്ച് നമ്മൾ അഡീഷണൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ഇക്വേഷൻ 7 അങ്ങനെ ഇക്വേഷൻ 8 ആയിട്ട് മാറുന്നു. ഈ ഇക്വേഷൻ 8നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ്. അതിൽ റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ടൈം ആറിൻ്റെ ടൈം നമ്മൾ ആദ്യം വെളിയിലേക്ക് എടുക്കുന്നു. ആറിൻ്റെ ടൈം എടുത്തു. പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു ആറിൻ്റെ ടൈം ഉണ്ട്, അതും കൊണ്ടുവന്ന് 8π² me/h² എന്നുള്ള ടൈംസ് ഒരുമിച്ച് കൊണ്ടുവന്ന്. പിന്നെ ഇവിടെ എന്താ, ഇത് തീറ്റയും ഇത് ഫൈൻ്റെ ടേംസ് ആണ്, ദാറ്റ് ഈസ് വൈൻ്റെ ടേംസ് ആണ്. അതെന്ത് ചെയ്യുന്നു, ഇക്വേഷൻ അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ +1/y ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1/y. അതിന് ഈ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1/y ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ a + b = എന്നുള്ളത് a + b = 0 എന്നുള്ള ഇക്വേഷൻ a = b എന്നുള്ള ഫോമിനകത്തേക്ക് മാറ്റി. a + b = 0 എന്നുള്ളത് a = b എന്നുള്ള സ്റ്റേറ്റിനകത്തേക്ക് മാറി. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനകത്ത് എന്ത് ചെയ്യും, ആറിൻ്റെ ടേംസ് മാത്രം, റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് വൈയുടെ ടേംസ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കുമ്പോഴേക്ക് ഇക്വേഷൻ നമ്പർ 9 ലെഫ്റ്റ് സൈഡ് ഫംഗ്ഷൻ ആർ ഓൺലി ആയിരിക്കും, റൈറ്റ് സൈഡ് ഫംഗ്ഷൻ ഓഫ് തീറ്റ ഓൺലി ആൻഡ് ഫൈ ഓൺലി ആയിരിക്കും. പക്ഷേ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്, എന്താ, വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് എന്നാണ് പറഞ്ഞത്. ആറിൻ്റെ ടൈം ഇസ് ഈക്വൽ ടു ഫൈൻ്റെ ടൈംസ് ആണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ എയും ബിയും ഒരേപോലെയാണ്. അപ്പോൾ എന്താ, രണ്ടും ഒരു അനദർ കോൺസ്റ്റന്റ് ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ ബി ആണെങ്കിൽ നമുക്ക് ഓൾസോ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓൾസോ ഈക്വൽ ടു ഈക്വൽ ടു നമുക്ക് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, എ ഇസ് ഈക്വൽ ടു സി ആയിരിക്കും, ഓർ ബി ഇസ് ഈക്വൽ ടു സി ആയിരിക്കും, ഓർ ബി ഇസ് ഈക്വൽ ടു സി ആയിരിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷനകത്ത് എ ഇസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ LHS RHS ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ വേറൊരു കോൺസ്റ്റന്റ് വെച്ച് ബോത്ത് സൈഡും ഒരു ലാംഡ എന്നുള്ളൊരു ടേംസ് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 9 ഈ ഒരു ടേംസ് ലെഫ്റ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ലാംഡ. ലെഫ്റ്റ് സൈഡ് എന്താ, 1/r ഇൻറ്റു ദിസ് വൺ ഇസ് ഈക്വൽ ടു ലാംഡ. സിമിലർലി വൈറ്റ് ടൈംസ് ഇസ് ഈക്വൽ ടു RHS ഇസ് ഈക്വൽ ടു എഗെയിൻ ലാംഡ. രണ്ട് ഈക്വൽ ആണ്. അതാണ് അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ സീന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 10. ഇക്വേഷൻ 11 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ലാംഡ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 10 എടുക്കണേണ്. 10 എടുത്തിട്ട് 10നെ മൾട്ടിപ്ലൈഡ് ബൈ r/r² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു 1/r ഇവിടുത്തെ ഒരു r ഉണ്ട്, അത് ക്യാൻസലായി പോകും. പിന്നെ ഒരു r² വെറുത്തേക്ക് വരും. ഇവിടെ ഒരു r², ഈ ഒരു r², ഈ r² ഒരു ക്യാപിറ്റൽ r വെറുത്തേക്ക് വരും. പിന്നെ ലാംഡേനെ r/r² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പം ഞാനിത് ഓരോ ഇക്വേഷൻസ് നിങ്ങൾ പറയുമ്പോഴേക്ക് നിങ്ങളിത് പോസ് ചെയ്തിട്ട് നിങ്ങൾ പതുക്കെ കൂട്ടത്തിൽ ചെയ്ത് വരണം, എന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇക്വേഷൻ ബോർഡിനകത്ത് കാണിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് കാണിക്കണം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല. അപ്പോൾ കൂട്ടത്തിൽ ചെയ്ത് പോകാം, പോസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇക്വേഷൻ 10 ഞാൻ മോഡിഫൈ ചെയ്തപ്പോഴേക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. സിമിലർലി ഇക്വേഷൻ നമ്പർ 11 എന്ന് പറഞ്ഞാൽ എന്താ, ബി ഇസ് ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷൻ. ഇവിടെ നമ്മൾ എന്തൊരു -y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ അതുകൊണ്ട് എന്തുണ്ട്, -1/y ഉണ്ട്. ആ -y കൂടി കാണുമ്പോൾ മൈനസും വൈയും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നുള്ള -1/y പോവും, ഇവിടെ പോവും -1/y. ഇതിന് ഈ സൈഡിൽ നിന്നൊരു -y അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 13 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഇവരെ തമ്മിലൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇക്വേഷൻ 12 ഇക്വേഷൻ 13 സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യണതാണ്.
റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 12 നമ്മൾ എന്താ റീഅറേഞ്ച്മെന്റിനകത്ത് ചെയ്യുന്നത്, ഈ സീക്വൽ ടു എന്നുള്ള ടേംസ് എന്ത് ചെയ്യുന്നു, ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ മൈനസ് ലാംഡ ആർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. സിമിലർലി ഇക്വേഷൻ നമ്പർ 30 മൈനസ് വൈ ലാംഡ എന്നുള്ളത് ഈ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് എന്തായാലും പ്ലസ് വൈ ലാംഡ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 14, ഇക്വേഷൻ നമ്പർ 15. ഇക്വേഷൻ നമ്പർ 14 നമ്മൾ റേഡിയൽ ഇക്വേഷൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഇക്വേഷൻ നമ്പർ 15 ആംഗുലർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ആംഗുലർ ഇക്വേഷനാണ് നമ്മൾ പാർട്ടിക്കിൾസ് ഓൺ എ സ്പിയറിനകത്ത് ചെയ്തത്. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമുക്കിത് കൂടുതലായിട്ട് ചെയ്യേണ്ടതാണ് റേഡിയൽ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആംഗുലർ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് റേഡിയൽ ഇക്വേഷനകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആംഗുലർ ഇക്വേഷനകത്ത് എന്താണ്, ആംഗുലർ ഇക്വേഷനകത്ത് വൈയുടെ ടേംസ് ആണ് അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, വൈ ഈക്വൽ ടു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വൈ എന്തായിരുന്നു, വൈ ഈക്വൽ ടു തീറ്റയും ഉണ്ട് ഫൈയും ഉണ്ട്. അപ്പോൾ അവിടെ 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് വൈനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ വൈയുടെ ഇക്വേഷൻ നമ്മൾ 15 വന്ന് നിർത്തിയേക്കുന്നത്. 15ാമത്തെ ഇക്വേഷൻസ് ആണ്. അതിനകത്ത് വൈ ഈക്വൽ ടു വൈ ഓഫ് തീറ്റ ഇൻറ്റു ഫൈ. ആ തീറ്റ ഫൈ എന്ന് പറയുന്നത് എന്താ, തീറ്റ ഓഫ് തീറ്റയും ഫൈ ഓഫ് ഫൈ ആണ്. അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വൈ ഓഫ് ഈക്വൽ ടു തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഫൈ ഓഫ് ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഫൈ എന്നുള്ള ക്യാപിറ്റൽ എടുക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു പി എഫ്. ഈ പി എഫ് ആണ് നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തത്, പാർട്ടിക്കിൾസ് ഓൺ എ സ്പിയറിനകത്ത് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഈ വാല്യൂ ഉപയോഗിക്കാം, അതോ ദിസ് ഉപയോഗിക്കുക, ഏതാണെങ്കിലും ഉപയോഗിക്കാം. പി എഫ് വേണമെങ്കിൽ പി എഫ് എടുത്ത് തരുന്നതോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചതായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകാം. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ 15 വൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വൈയുടെ വാല്യൂ ഇതിനകത്ത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഈ കാണുന്ന നമ്മുടെ ഈ ബുക്കിനകത്ത് തീറ്റ ഇൻറ്റു ഫൈ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പി ഓഫ് എഫ് വേണം കൊടുക്കുക കേട്ടോ. നിങ്ങൾ പഴയത് പഠിച്ച പോലെ തന്നെ കൊടുക്കുക. പഴയത് നമ്മളൊക്കെ എന്തുണ്ട്, തീറ്റയുടെ സ്ഥലത്ത് പി വരും, ഫൈയുടെ സ്ഥലത്ത് എഫ് വരും. അതുള്ള വ്യത്യാസം. ഏത് വേണമെങ്കിലും കൊടുക്കാം. ഈ ബുക്ക് ഈ നോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ടേംസിനകത്ത് എന്താണ്, ഈ 15ാമത്തെ ഇക്വേഷനകത്ത് ആദ്യത്തെ ടേംസ് തീറ്റയുടെ ടേംസ് ആണ്. അപ്പോൾ തീറ്റയുടെ ടേംസ് ആകുമ്പോഴേക്ക് എന്തുണ്ട്, ഈ വൈ എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു ഫൈവ് ആണ്. അപ്പോൾ ഈ ടേംസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇതിനെ പുറത്തേക്ക് എടുക്കുന്നു. ദെൻ ബാക്കിയുള്ള ഇക്വേഷനകത്ത് 1/sin തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ഈ വൈയുടെ സ്ഥലത്ത് ക്യാപിറ്റൽ തീറ്റ വരുന്നു, അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഇക്വേഷനകത്ത് ഫൈനെ വേരി ചെയ്യണതാണ്. ഫൈനെ വേരി ചെയ്യുമ്പോഴേക്കും പി കോൺസ്റ്റന്റ് ആണ്. പി എന്ന് പറഞ്ഞാൽ നമ്മളോട് സംബന്ധിച്ച് ക്യാപിറ്റൽ തീറ്റയാണ്. ക്യാപിറ്റൽ തീറ്റ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിവിടെ പി എന്ന് പറഞ്ഞ് കൊടുക്കാം, അതുപോലെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഫൈയുടെ സ്ഥലത്ത് വേണമെങ്കിൽ എഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. വരയ്ക്കാൻ പോകുമ്പോൾ ശരിയാവുന്നില്ല. അത് എഫ് എന്ന് വിചാരിച്ചോളൂ. ഞാൻ വരച്ച് വരുമ്പോഴേക്ക് ഇത് കഴിഞ്ഞ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൻ്റെ, അതുകൊണ്ട് വരക്കുന്നില്ല. ദെൻ ഇവിടെ വൈയുടെ സ്ഥലത്ത് തീറ്റ ഇൻറ്റു എഫ് ഇസ് ഈക്വൽ ടു 0. ദെൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. സൈൻ സ്ക്വയർ തീറ്റ ബൈ പി എഫ്, അല്ലെങ്കിൽ തീറ്റ ഓഫ് ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഒരു സൈൻ തീറ്റ അടിയിലുണ്ട്, മേളിൽ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഒരു സൈൻ തീറ്റ കൂടുതൽ വന്ന് ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അടിയിലൊരു തീറ്റ വരുന്നു. ഇതിന് ഇത്രയും ടൈംസ് വലിയ കുഴപ്പമില്ല. ദെൻ ഇവിടെ ഒരു തീറ്റയുണ്ട്, ഇവിടെ ഒരു തീറ്റയുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1/5 താഴെ വരുന്നു. പിന്നെ ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റയുണ്ട്, ഇവിടെ മേളിലൊരു സൈൻ സ്ക്വയർ തീറ്റയുണ്ട്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസലായി പോകുന്നു. അപ്പോൾ ബാക്കി റിമൈനിങ് ടൈംസ് ഇവിടെ എഴുതുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു തീറ്റയും 5 ഉണ്ട്. അപ്പോൾ തീറ്റ 5ഉം ഈ തീറ്റ 5ഉം ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ലാംഡ ബൈ സൈൻ സ്ക്വയർ തീറ്റ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാണ്ട് ഇത് ഇവിടെ ഇങ്ങനെ നോക്കി മനസ്സിലായാലും ഓരോ സ്റ്റെപ്പും ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ ഫർദർ റീഅറേഞ്ച് ചെയ്യുന്നു. ഈ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ തീറ്റ ടൈംസ് ആണ്, അതേപോലെ തന്നെ ഇവിടെയും തീറ്റ ടൈംസ് ആണ്. അതേസമയം ഇത് 5 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 ടൈംസിന് ഇക്വേഷൻ അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് തീറ്റ ടൈംസിന് ഇവിടെ നിർത്തുന്നു. അപ്പോൾ ആദ്യത്തെ പാർട്ട് അങ്ങനെ തന്നെ നിർത്തുന്നു. ദിസ് വൺ പ്ലസ് ഈ ടൈംസ് അതിവിടെ വരുന്നു. ഈ ടൈംസ് എന്ത് ചെയ്യുന്നു, ഈ ടൈംസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ -1/5 ഇൻറ്റു സൈൻ സ്ക്വയർ 5/sin തീറ്റ, അല്ല 5 സ്ക്വയർ ഡോ സ്ക്വയർ 5/ഡോ തീറ്റ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു,
ഈ ഇക്വേഷൻ നോക്കിയപ്പോൾ ആദ്യത്തെ ഈ ഇക്വേഷൻ 18 ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫൈനെ സെപ്പറേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ LHS is equal to RHS, ദാറ്റ് ഈസ് A is equal to B എന്നുള്ളൊരു ഫോമിനകത്താണ് അത് നിൽക്കുന്നത്. A is equal to B എന്നുള്ള ഫോമാണ് നിൽക്കുന്നത്. പക്ഷേ A എന്ന് പറയുന്നത് തീറ്റനെ വരി ചെയ്യുന്നു, B എന്ന് പറയുന്നത് ഫൈനെ വരുന്നു, മറ്റേത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്കൊരു കോമൺ കോൺസ്റ്റൻറ്റ് വെച്ച് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു M² വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു M² എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ M² വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണം എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു ആണ്, മൈനസ് അല്ല, വിച്ച് ഈസ് ഈക്വൽ ടു ആണ് M². സോ A ഈസ് ഈക്വൽ ടു M² എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, B ഈസ് ഈക്വൽ ടു M² എന്ന് പറഞ്ഞ് കൊടുക്കാം. A is equal to M² എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ B is equal to M² എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഈ ഇക്വേഷന്. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് എടുക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ഇസ് ഈക്വൽ ടു M² എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സിമിലർലി റൈറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു M² എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 18 ലെഫ്റ്റ് സൈഡ് M² എന്നും റൈറ്റ് സൈഡ് M² എന്ന് പറഞ്ഞ് രണ്ട് ഇക്വേഷനായിട്ട് മാറ്റുന്നു. ദെൻ ഇക്വേഷൻ നമ്പർ 20 റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുന്ന, റൈറ്റ് സൈഡ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ M² എന്ത് ചെയ്യുന്ന ഇക്വേഷൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, ഈക്വൽ ടു 0 എന്ന് പറയുന്നു. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ റിങ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ് സ്പിയറിനകത്ത് d²f/d θ² പ്ലസ് M² f(θ) എന്നുള്ള ഫോമിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വേരിയബിൾസ് മാത്രമുള്ളതുകൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ മാറ്റിയിട്ട് ഡിഫറൻസിയേഷൻ എന്നുള്ള ഫോമിൽ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്താ വിളിക്കണം, ഫൈ ഇക്വേഷൻ എന്ന് പറഞ്ഞ് വിളിക്കണേന്. അതിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3 വാല്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു വാല്യൂ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫൈ ഈസ് ഈക്വൽ ടു 1/√2π × e⁻⁻ ± i m⁵ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ e⁻⁻ എന്ന് പറഞ്ഞ് എടുക്കാം. അത് ഇക്വേഷൻ നമ്പർ 90. ഈ ഇക്വേഷനെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ഒന്നുകൂടി പറഞ്ഞു പോകുന്നു മാത്രമല്ല. ഇക്വേഷൻ നമ്പർ 90 ഞാൻ ഇവിടെ നിന്ന് ഇക്വേഷൻ നമ്പർ 90 ഇതേപോലെ തന്നെ എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഈക്വൽ ടു M² എന്നുള്ളത് ആ M² ഈക്വൽ സൈൻ്റെ ഉള്ളിനകത്തേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പം -M² = 0 എന്ന് വന്ന് ഇതിനവിടെ മൾട്ടിപ്ലൈഡ് ബൈ ഇക്വേഷൻ θ/sin², തീറ്റ വെച്ചും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇവിടെ തീറ്റയുണ്ട്, ഈ സൈൻ ഇവിടെ സൈനുണ്ട്. അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ 1/sin ആയിട്ട് മാറി. ഇനി ഇവിടെ ഒരു sin² തീറ്റയുണ്ട്, ആ sin² തീറ്റ പോകുമ്പോൾ ഒരു തീറ്റ മാത്രമായിട്ട് മാറുന്നു. ദെൻ M²നെ θ/sin² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 22 മോഡിഫൈ ചെയ്ത് 23 ആയിട്ട് മാറി. പിന്നെ അതിനകത്ത് ഈ ടൈംസ് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ രണ്ടിടത്തും തീറ്റ കോമൺ ഉണ്ട്, അപ്പോൾ ആ തീറ്റേനെ മാറ്റിയപ്പോൾ എന്തുണ്ട്, ലാംഡയും M²/sin²θ ബ്രാക്കറ്റിനകത്താക്കി തീറ്റ കോമൺ ആക്കി. ഇക്വേഷൻ നമ്പർ 23. ഇക്വേഷൻ നമ്പർ 23നെ നമ്മൾ പാർട്ടിക്കിൾസ് ആണ് സ്പിയറിനകത്ത് നമ്മൾ ഇക്വേഷൻ നമ്പർ 23നെ ഒരു അസോസിയേറ്റഡ് ലെജൻഡറി ഫോമൊക്കെ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 23ന് തീറ്റ ഇക്വേഷൻ എന്ന് പറയുന്ന ആ തീറ്റയുടെ വാല്യൂ നമ്മൾ അസോസിയേറ്റഡ് ലെജൻഡറി ഫോമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ പ്രോബ്ലങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ. അപ്പോൾ ആ ഫോമാണ് തീറ്റ ഓഫ് എല്ലാം. നമ്മുടെ തീറ്റയുടെ സ്ഥലത്ത് അവിടെ P എന്ന് പറഞ്ഞായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. = 2l + 1/2 × l - m⁵ ഡിവൈഡഡ് ബൈ l + m⁵ റേസ്ഡ് ½ × PLM ഓഫ് ഇത് നമ്മുടെ ലെജൻഡറി ഇക്വേഷൻ്റെ ഫംഗ്ഷൻ, ഇത് അസോസിയേറ്റഡ് ലെജൻഡറി ഇക്വേഷൻ ഫംഗ്ഷൻ. അപ്പോൾ L എന്ന് പറഞ്ഞതും M എന്ന് പറഞ്ഞതും ഡിഫറെൻറ്റ് കോണ്ടന്റ് നമ്പേഴ്സാണ്. L-ൻ്റെ വാല്യൂ 0, 1, 2, 3 ആണ്. M-ൻ്റെ വാല്യൂ 0 ± 1 എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ലോവർ ക്ലാസ്സിലെ അല്ല 3rd യൂണിറ്റിനകത്ത് പഠിച്ചാണ്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള റേഡിയൽ ഇക്വേഷനാണ്. അത് നമുക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാം.